ഗുഡ് മോർണിംഗ് ഗായ്സ്. അങ്ങനെ കുറേ നാളുകളായി നമ്മളെ വീഡിയോ എടുക്കാണ്ട്. നമ്മളപ്പം തിരക്കിലൊക്കെ ആയിരുന്നു കുറേ. നമ്മൾ ഇന്നലെ നെതർലാൻഡിലായിരുന്നു. അപ്പോൾ നമുക്ക് നെതർലാൻഡിൽ നമുക്കൊരു ഡെലിവറി ഉണ്ടായിരുന്നു. നമ്മൾ നേരെ ഇറ്റലിയിൽ നിന്ന് എടുത്തു. നമുക്ക് നെതർലാൻഡിലായിരുന്നു ഡെലിവറി. അപ്പം നെതർലാൻഡിൽ ഡെലിവറി ചെയ്തു. നമുക്കിനി ടയറിൻ്റെ ലോഡുമായിരുന്നു. നമ്മൾ നെതർലാൻഡിൽ നിന്ന് തന്നെ നമുക്ക് ഓർഡർ ഇല്ലായിരുന്നു. നമ്മൾ നേരെ ബെൽജിയത്തിൽ വന്നു കേട്ടോ. നമുക്ക് ബെൽജിയത്തിൽ നിന്ന് ടയറാണ്, ഫ്രഷ് ടയേഴ്സാണ്. അത്യാവശ്യം നല്ല നമ്പേഴ്സ് ഓഫ് ടയേഴ്സ് നമ്മൾ ട്രക്കിൽ ലോഡ് ചെയ്തുകൊണ്ട് കണ്ടോ. നമുക്ക് നേരെ ക്രൊയേഷ്യയാണ്. നമുക്ക് ബെൽജിയം, ജർമ്മനി, ഓസ്ട്രിയ, ക്രൊയേഷ്യ ഈ രീതിയിലാണ് നമ്മൾ പോകുന്നത്. ഇതൊരു ബെൽജിയത്തിലൊരു ടയർ കമ്പനിയാണ്, ടയർ ട്രാൻസ്. ഇഷ്ടം പോലെ വണ്ടികൾ നമ്മൾ വന്ന് ടയർ ലോഡ് ചെയ്ത് എക്സ്പോർട്ടിങ് ആണെന്ന് തോന്നുന്നു കേട്ടോ. അത്യാവശ്യം നല്ലൊരു വലിയ കമ്പനിയാണ്. അതേപോലെ കുറേ കണ്ടെയ്നേഴ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഡെൽഡോ ഗ്ലോബൽ ടയർ എക്സ്പേർട്സ് എന്നാണ് ഈ കമ്പനിയുടെ പേര് കേട്ടോ. ഡെൽഡോ ഗ്ലോബൽ ടയർ എക്സ്പേർട്സ്. ഇവരെ തന്നെ കുറേ വണ്ടികളുണ്ട്. അതിൻ്റെ പുറത്താണ് നമുക്ക് ക്രൊയേഷ്യക്കുള്ള നമുക്ക് 2 സ്ഥലത്ത് ഡെലിവറി ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയുള്ള അവിടെ വിൻഡ്വിൽ ഇറങ്ങുന്നുണ്ട് കേട്ടോ. വിൻഡ്വിൽ അതേപോലെ ഇത് റെയിൽവേ സ്റ്റേഷൻ ആട്ടോ. ഇവിടെ ഇതിനോട് ചേർന്നുകൊണ്ട് ട്രെയിൻ ഇങ്ങനെ വന്നുമ്പോഴും കളിയായിരുന്നു. ഇപ്പം ജസ്റ്റ് ഇത്രയും നേരം ട്രെയിൻ ഉണ്ടായിരുന്നു, ഇപ്പം ജസ്റ്റ് മിസ്സായതേ ഉള്ളൂ കേട്ടോ. അതായത് നമ്മളെപ്പോലെ തന്നെ ലോഡ് ചെയ്യാൻ വന്ന ഒരു കമ്പനിയാണ് സീസാഡ് എന്ന് പറഞ്ഞ കമ്പനി കേട്ടോ. നമ്മളെ ട്രക്ക് ഏകദേശം ഓൾമോസ്റ്റ് ലോഡറാണ്. ഇനി നമുക്ക് സീലുള്ളത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം, 2 സൈഡിലും സ്ട്രിപ്പ് ഇടണം കേട്ടോ. ആ ഒരു പണിയും ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ ഇന്ന് നമുക്ക് മിക്കവാറും ഫ്രാങ്ക്ഫോർട്ട് അല്ലെങ്കിൽ ന്യൂംബർഗ്, ജർമ്മനിയിൽ ഈ 2 സ്ഥലത്ത് നമുക്ക് കയറാൻ പറ്റുമായിരിക്കും. നമുക്കറിയില്ല. നമ്മൾ രാവിലെ 8 മണിക്ക് വന്നു, ഇപ്പോൾ 1 മണിയായിട്ടോ സമയം. നമുക്കിപ്പോഴും ലോഡ് കംപ്ലീറ്റ് ആയിട്ടില്ല. ഇവർ കൈകൊണ്ട് തന്നെയാണ്, 2 പേര് കൈകൊണ്ടാണ് ടയർ ലോഡ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു ഇതായിരിക്കാം, നല്ല സമയം എടുക്കുന്നത്. ഈ രീതിയിൽ MSCയുടെ കണ്ടെയ്നേഴ്സൊക്കെയാണ് ഇവരെ ടയേഴ്സ് വരുന്നത് കേട്ടോ. MSC. അപ്പം D4 ആയിരുന്നു നമുക്ക് തന്നേക്കുന്ന റാമ്പ് ലോഡാണ്. അതുകൊണ്ട് നമുക്ക് സൈഡ് അയക്കാനും കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് കുറച്ച് സുഖമായിരുന്നു. നമുക്ക് ഇന്നലെ നമുക്ക് ബെൽറ്റ് ലോഡായിരുന്നു. അപ്പോൾ നമ്മളെ ഈ ബെൽറ്റെല്ലാം നമ്മൾ വാരി വലിച്ചു നമ്മളെ ട്രെയിലറിൻ്റെ അകത്തിട്ടായിരുന്നു. അപ്പോൾ നമ്മൾ രാവിലെ വന്ന് 1 അരമണിക്കൂർ കൊണ്ട് എല്ലാം ഒതുക്കി സൈഡാക്കി നമ്മൾ ബോക്സ് കയറ്റി വൃത്തിയാക്കി വെച്ചിട്ടും. ഇനിയിപ്പം ഈ ലോഡ് ചെയ്തിട്ട് നമുക്കിതിന് 2 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ഡെലിവറി ഉള്ളൂ. അപ്പം നമുക്ക് ഇന്ന് ഇവിടുന്ന് ലോഡ് ചെയ്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഫ്രീ ആയി. പിന്നെ നമ്മളെ 3rd വീക്കെൻഡാണ് ഈ വീക്ക് എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ വീക്ക് ഫ്രൈഡേ ആകുമ്പോഴത്തെ എന്തായാലും ബേസ് പോവും. പിന്നെ നമ്മളിനി മൺഡേ ഇറങ്ങുള്ളൂ കേട്ടോ. ബെൽജിയവും നെതർലാൻഡിലും നമ്മൾ കണ്ട കാര്യം എന്ന് വെച്ചാൽ നെതർലാൻഡിൽ ഭയങ്കര ഫ്രണ്ട്ലിയും പിന്നെ എല്ലാവരും ഇംഗ്ലീഷ് സംസാരിക്കും. ബാക്കി യൂറോപ്യൻ രാജ്യങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ബെറ്റർ കമ്മ്യൂണിക്കേഷൻ കിട്ടും കേട്ടോ. നെതർലാൻഡ്, ബെൽജിയം ഏകദേശം അതുപോലെയൊക്കെ തന്നെയാണ്. നമുക്ക് എല്ലാവരും ഇംഗ്ലീഷ് സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ, അങ്ങനെയാണ് സ്ഥിതി. ഓക്കെ, അപ്പോൾ നമ്മളെ ലോഡിങ് ഏകദേശം കംപ്ലീറ്റ് ആയെന്ന് തോന്നുന്നു. നോക്കട്ടെ. ഓക്കെ, ഒരു ട്രെയിൻ